എന്താ അറിയാ, ഇതെങ്ങനെ ഈ പൈസ കൊടുക്കാനുണ്ടായിരുന്നു അറിയാം. 2000 ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ, ബാക്കി 5000 മെൽവിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് ഫണ്ട് എനിക്ക് തന്ന ഫണ്ടാടാ. എനിക്ക് പ്രൂഫ് എന്തോ എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി, എൻ്റെ അടുത്ത സാധനമല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റും. 5000 ഗ്യാങ് ഫണ്ട് എടുത്താ. അവസാനം മുനു പറഞ്ഞു ഓൻ്റെ പേഴ്സണലി വെക്കണം, പൈസ അതാക്കണം ഇതാക്കണം. അവസാനം മുനുവിന് ഞാൻ കടക്കാരനായി. ഇങ്ങനെ കുറെ ആൾക്കാർ കടക്കാരൻ. പിന്നെ പറഞ്ഞു കുറെ ജാസി സ്കാമറാണ്, പണ്ടേ കുറെ ആൾക്കാർ സ്കാം ചെയ്തതിന്. എടാ ജാസി പണ്ട് ബിസിനസ് ചെയ്തതാ. ബിസിനസ് ചെയ്ത് 5-6 ലക്ഷം എനിക്ക് അടിച്ച് അണ്ണാക്ക് കിട്ടിയതാ. അതൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജാസി അത് പറയാത്തത്. പിന്നെ ഇത്രയും കാലം ഞാൻ ഇങ്ങനത്തെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഇന്നില്ലെങ്കിൽ നാളെ നീയാതെ നിനക്കുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടും. ഇതെന്തുകൊണ്ടറിയോ, ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നെ കാണുന്ന സാധാരണക്കാരെ പോയ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും കിട്ടൂടാ, എവിടുന്നെങ്കിലും കിട്ടും. നമ്മുടെ അടുത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് അത് അത്ര സ്ട്രോങ് ഉള്ള കാര്യങ്ങളാണ്. എവിടുന്നെങ്കിലും അള്ളയായിട്ട് കൊണ്ടെത്തും നീയാതെ. പിന്നെ രമേശ് ചെന്നിത്തല സാറേ, നിങ്ങൾ വരണം, ബ്ലഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. അത്രേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്താ ഒന്നും എനിക്കറിയില്ല.